ടവർ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിലേക്ക് കണ്ണൂരിലെ സിഒയുടെ പ്രവർത്തകർ, ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഉപഭോക്താക്കൾ, ഈ പരിപാടി തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണൂർ വിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മുഴുവൻ ആളുകളെയും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഒരിക്കൽ കൂടി ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സർ. ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് സിഒയുടെ അമരക്കാരനും കോട്ടയം സ്വദേശിയുമായ ശ്രീ പ്രവീൺ മോഹൻ അവർകളാണ്. സ്വതസിദ്ധമായ പ്രസംഗ പാടവം കൊണ്ട് അണികളെ ആവേശം കൊള്ളിക്കുന്ന നേതാവാണ് അദ്ദേഹം. കൃത്യതയാർന്ന തീരുമാനങ്ങളോടെ കരുത്തോടെ സിഒയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സിഒ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി അദ്ദേഹത്തിനായിട്ട് നമുക്ക് നൽകാം. കണ്ണൂർ വിഷൻ ടവർ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ കേരളത്തിൻ്റെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ അതിഥി ആദരണീയനായ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, അതേപോലെ തന്നെ ഈ വേദിയിലുള്ള മറ്റ് MLA-മാർ, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ അടക്കം ഈ വലിയ ചടങ്ങ് ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഞങ്ങളെ സംബന്ധിച്ച് ഇന്നിതൊരു ഉത്സവത്തിൻ്റെ ദിവസമാണ്, ആഘോഷത്തിൻ്റെ നിമിഷമാണ്, അഭിമാനത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിമിഷമാണ്. കാരണം കണ്ണൂർ വിഷൻ ടവർ എന്ന് പറയുന്നത് കേവലം കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ പ്രവർത്തകരുടെ, ഞങ്ങളുടെ മാധ്യമ സ്ഥാപനമായ കണ്ണൂർ വിഷന്റെ മാത്രം അഭിമാനമല്ല, മറിച്ച് ഇത് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകർക്ക് മുഴുവൻ അഭിമാനം പകരുന്ന, കേരള വിഷന്റെ സഹൃദയാകാംക്ഷികൾക്കെല്ലാം സന്തോഷം പകരുന്ന ഒരു നിമിഷമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും പ്രബലമായ ഒരു ഘടകമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും അധികം അംഗങ്ങളുള്ള, ഏറ്റവും അധികം ബിസിനസ് നടത്തുന്ന, ഏറ്റവും അധികം കണക്ടിവിറ്റി കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണ് കണ്ണൂർ വിഷനും അതുപോലെ തന്നെ കണ്ണൂർ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും. കേരള വിഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും അധികം കണക്ടിവിറ്റി, ഡിജിറ്റൽ കണക്ടിവിറ്റി ഹോൾഡ് ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് കേരള വിഷൻ. ഏതാണ്ട് 30 ലക്ഷത്തിലേറെ വീടുകളിൽ കേരള വിഷൻ കേബിൾ TV സേവനം എത്തിക്കുന്നുണ്ട്. 30 ലക്ഷം വീടുകളെന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങൾക്ക് മേലെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ പകുതിയിലേറെ വരുന്ന വീടുകളിൽ കേബിൾ TV സേവനം എത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ന് കേരള വിഷൻ. കേരള വിഷൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം എന്നുള്ളതിനൊക്കെ അപ്പുറം ഇന്ന് ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ 10 കമ്പനികളിൽ 6ാം സ്ഥാനത്താണ് ഇന്ന് കേരള വിഷന്റെ സ്ഥാനം എന്ന് പറയുമ്പോഴാണ് ഈ മേഖലയിൽ എത്രത്തോളം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനവും കേരള വിഷന്റെ സേവനവും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഡിജിറ്റൽ കേബിൾ സേവന രംഗത്ത് കേരള വിഷൻ ഒന്നാമതാണെങ്കിൽ അതോടൊപ്പം തന്നെ ഇന്ന് ബ്രോഡ്ബാൻഡ് രംഗത്തും 10 ലക്ഷത്തിലേറെ കണക്ടിവിറ്റിയുമായി കേരളത്തിൽ 1ാം സ്ഥാനത്തേക്ക് കേരള വിഷൻ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 കമ്പനികളെ എടുക്കുമ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്ന
ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന, കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട സംരംഭകർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സ്ഥാപനത്തിനാണ് ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 കമ്പനികളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളിടത്ത് ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, ഈ നേട്ടത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ സഹായിച്ച ഈ ജനപ്രതിനിധികൾ, ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, അതേപോലെ തന്നെ ഞങ്ങളുടെ ഉപഭോക്താക്കൾ, ഇവരോട് എല്ലാവരോടും ഈ നിമിഷത്തിൽ, ഈ സാഹചര്യത്തിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കാൻ കൂടി വേദി ഞാൻ ഉപയോഗിക്കുക. കാരണം ഇവരുടെ എല്ലാം നിസ്സീമമായ പിന്തുണ കൊണ്ടാണ്, സഹകരണം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് ഈ നേട്ടത്തിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ആ നേട്ടത്തിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് ഏറ്റവും അധികം അടിസ്ഥാനപരമായി ഘടകമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി, അതേപോലെ തന്നെ കണ്ണൂർ മിഷനും. കണ്ണൂരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഏറ്റവും അധികം ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെ മുമ്പിലേക്കും ഒക്കെ എത്തിക്കുന്നതിനും ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വളരെ സജീവമായി ഇടപെടുന്ന ചാനലാണ് കണ്ണൂർ മിഷൻ. മറ്റു ദേശീയ ചാനലുകളോ മറ്റ് സാറ്റലൈറ്റ് ചാനലുകളൊക്കെ കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളുടെയും വിഷയങ്ങളുടെയും പുറകെ പോകുമ്പോൾ ജനകീയ വിഷയങ്ങളെ കണ്ടെത്തുന്നതിനും ആ ജനകീയ വിഷയങ്ങളെ, പ്രാദേശിക വിഷയങ്ങളെ ജനപ്രതിനിധികളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിനും ഒക്കെ സജീവമായി ഇടപെടുന്ന കണ്ണൂർ മിഷനെ സംബന്ധിച്ചും ഇത് അഭിമാനത്തിന്റെ, സന്തോഷത്തിന്റെ നിമിഷമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒട്ടനവധി ആളുകൾ എനിക്ക് ശേഷം സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തീർച്ചയായും ഒരിക്കൽ കൂടി ഈ വലിയ വേദിയിൽ ഞങ്ങളുടെ ഈ സന്തോഷം പങ്കെടുക്കുവാൻ ഇവിടെ പങ്കിടുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇന്നത്തെ ഇനോഗ്രൽ സെറമണി നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകളാണ്. അദ്ദേഹം ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു. നിറഞ്ഞ സ്നേഹത്തോടുകൂടി വിനയ പുരസ്സരം തന്നെ കയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഉദ്ഘാടന പ്രസംഗത്തിനായി. സർ. ശ്രീ പ്രവീൺ മോഹൻ, ബഹുമാന്യനായ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീമതി PP ദിവ്യ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ, ജനപ്രതിനിധികൾ, കണ്ണൂർ വിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, വേദിയിൽ സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, കണ്ണൂർ വിഷൻ ടവർ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കണ്ണൂർ വിഷൻ ഒരു മാതൃകയാണ്, ഒരു ബദലാണ്. കണ്ണൂർ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ സംഘം ചേർന്ന് രൂപീകരിച്ച കേബിൾ TV ചാനലാണ് കണ്ണൂർ വിഷൻ എന്നുള്ളത് നമുക്കറിയാം. 1.5 പതിറ്റാണ്ട് നീണ്ട പ്രവർത്തനത്തിനിടെ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രധാന ചാനലായി മാറാൻ കണ്ണൂർ വിഷൻ സാധിച്ചു. പ്രാദേശിക സംഭവവികാസങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം പൊതുവെ ആളുകൾക്കുണ്ടാകും. ഇന്ന് പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയകൾ പോലും കൊച്ചു വാർത്തകളെ തേടിപ്പോകുന്ന ഒരു കാലമാണ്. കാരണം ഓരോരുത്തർക്കും പ്രാദേശികമായ വിഷയങ്ങൾ അറിയാൻ താല്പര്യം പൊതുവെ ഉണ്ട്. പ്രാദേശിക സംഭവവികാസങ്ങളെ അറിയാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന മാധ്യമമാണ് കണ്ണൂർ വിഷൻ. വാർത്തയിലും മറ്റു പരിപാടികളിലും ഇനിയും നല്ല നിലയിൽ കണ്ണൂർ വിഷന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഈ പുതിയ കെട്ടിടം ആ നിലയിൽ കണ്ണൂർ വിഷന്റെ പ്രവർത്തനം വിപുലീകരിക്കപ്പെടുന്നതിന് കാരണമായി മാറും എന്ന് കരുതുന്നു. നമ്മുടെ രാജ്യത്ത് 4th എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് മാധ്യമങ്ങൾ. സത്യസന്ധമായ വാർത്താ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്.
വാർത്തകൾക്കായി ആശ്രയിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ഒരുപാട് മീഡിയ, വിഷ്വൽ മീഡിയ ഉൾപ്പെടെ ഒരുപാട് മീഡിയകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ നിലയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. വാർത്തകളുടെ മത്സരകാലത്ത് ആരോഗ്യകരമായ മത്സരത്തിന് പകരം അനാരോഗ്യകരമായ മത്സരം പലപ്പോഴും നാം കാണുന്നുണ്ട്. വാർത്തകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു പോകാൻ പലപ്പോഴും മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല. ഒരു മാധ്യമം അനാരോഗ്യകരമായ ഒരു വാർത്ത കൊടുത്താൽ ആ രീതി തെറ്റാണെന്ന് വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ പലരും പറയുമെന്നല്ലാതെ അത് തുറന്നു കാണിക്കാൻ പലപ്പോഴും പലരും തയ്യാറാകുന്നില്ല. ക്രോസ് ചെക്കിംഗ് പോലും നടത്താതെ വാർത്തകൾ കൊടുക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ വാർത്തകളോട് സത്യസന്ധത വെച്ച് പുലർത്താൻ വേണ്ടി പല മാധ്യമങ്ങൾക്കും സാധിക്കാത്ത പ്രശ്നം വരും. കണ്ണൂർ വിഷന് നൽകുന്ന വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലെത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ്. ബഹുമാനപ്പെട്ട ശ്രീ രാമേന്ദ്ര കടന്നപ്പള്ളി അദ്ദേഹത്തിന്റെ ഷോള് ഒക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി തന്നെ തന്റെ ആത്മകഥയിൽ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു: എന്റെ അഭിപ്രായങ്ങൾ തടസ്സം കൂടാതെ പ്രസിദ്ധീകരിക്കുവാൻ സ്വാഭാവികമായും ലാഭമുദ്ദേശിച്ച് നടത്തപ്പെടുന്ന നിലവിലുള്ള പ്രസ്സുകൾ മടി കാണിക്കാൻ തക്ക വിധം കർശനമായ പ്രസ് നിയമങ്ങളാണ് പ്രാബല്യത്തിലുള്ളത്. അതിനാൽ സ്വന്തമായി ഒരു പ്രസ് സ്ഥാപിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി തീർന്നു. നവജീവൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതിനെ കുറിച്ച് മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഇന്നല്ല അന്നും ഉള്ളത് തന്നെയാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പിന്തുണച്ച് നിലകൊണ്ട മാധ്യമ സ്ഥാപനത്തെക്കാൾ എത്രയോ അധികമായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അള്ളുവെച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ച മാധ്യമ സ്ഥാപനം. അവർ സത്യത്തിന്റെ കൂടെ ആയിരുന്നില്ല, നീതിയുടെ കൂടെ ആയിരുന്നില്ല. സത്യസന്ധമായ വാർത്ത ജനങ്ങളിൽ എത്തിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ മാധ്യമങ്ങൾ അന്നും അത് ചെയ്തിരുന്നില്ല. സ്വന്തം ആശയങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു മാധ്യമ സ്ഥാപനം അനിവാര്യമാണ് എന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. The sole aim of journalism should be service. മാധ്യമ പ്രവർത്തനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം സേവനമാകണമെന്ന് മഹാത്മാഗാന്ധി ഉറപ്പിച്ചു പറയുകയാണ്. നമുക്കിടയിൽ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ എത്രത്തോളം ഈ നിലയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള ഒരു പരിശോധന പൊതുവെ നടത്തണ്ടേ. നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന എത്ര മാധ്യമങ്ങൾക്ക് സേവന തൽപരം മുൻനിർത്തി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത്തരമൊരു ആത്മപരിശോധന പൊതുവെ മാധ്യമങ്ങൾ നടത്തേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുണ്ട്, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. മാധ്യമ പ്രവർത്തനങ്ങളിൽ പൊതുവെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലം കുറയെ നമ്മൾ പല നിലയിലുള്ള പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്താറുണ്ട്. തൊഴിലിടങ്ങളിൽ വേണ്ടത്ര സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ ഭാഗമായി വലിയ നിലയിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ ട്രേഡ് യൂണിയനുകൾ നടത്താറുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്താറുണ്ട്. ഇപ്പം അടുത്ത് എറണാകുളത്ത് അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, എന്നാലും IT രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞായറാഴ്ച പോലും 16 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്.
കടുത്ത സമ്മർദ്ദമാണ്. അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ അച്ഛനും അമ്മയുമായി സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലായത്. അമ്മ പിന്നീട് ഒരു തുറന്ന കത്തെഴുതി. അങ്ങനെയാണത് വിവാദമായി. ഇങ്ങനെ ചില തൊഴിൽ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് മാധ്യമരംഗം. മാധ്യമരംഗത്ത് ഒരു മാധ്യമ പ്രവർത്തകന് തനിക്ക് ശരി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? യഥാർത്ഥത്തിൽ തനിക്ക് ശരി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. അത് വാർത്തയാകണം. അതിന് വിലക്കുകളില്ല. എന്നാൽ ഇപ്പോൾ ഉടമകളുടെ താല്പര്യമെന്ത്, ആ താല്പര്യത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യം മാധ്യമ പ്രവർത്തകർക്കില്ല. അങ്ങനെ ഒരു വാർത്ത 2 തവണ കൊടുത്തു നോക്കട്ടെ. 3-ാം തവണ കൊടുക്കാൻ ആ മാധ്യമ പ്രവർത്തകൻ ആ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല. ഉടമയാണ് നിയന്ത്രിക്കുക. ഉടമ നിയന്ത്രിക്കുന്നു. പലരും ഇത് പറയാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഇങ്ങനെ ഒരു സ്ഥിതി പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചെയ്യുന്ന തൊഴിലിൽ മനസാക്ഷിക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കാത്ത നില മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അതൊരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് ഇക്കാര്യങ്ങൾ ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഞാനതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഏതൊരു മാധ്യമ സ്ഥാപനമാകുമ്പോൾ സർക്കാരിനെ വിമർശിക്കണം. സർക്കാരിനെ തീർച്ചയായിട്ടും തിരുത്താൻ ഇടപെടണം. പ്രതിപക്ഷത്തെ വിമർശിക്കണം. ഓരോ രാഷ്ട്രീയ നിലപാടുകളെയും വിലയിരുത്തണം. അതിലൊന്നൊരു തർക്കമില്ല. എന്നാൽ ഗീബൽസ്യൻ തന്ത്രം, ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാകുന്ന തന്ത്രം പയറ്റുന്ന നില വന്നാൽ എന്തായിരിക്കും സ്ഥിതി? 2016 മുതൽ 2021 വരെ ഭരിച്ച ഇടതുപക്ഷ സർക്കാരിനെ ദൈനംദിനം ആ നിലയിൽ വേട്ടയാടി. പക്ഷെ ജനങ്ങൾ പൊതുവെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2021 തെരഞ്ഞെടുപ്പ് ഫലം. വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാകും. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയകൾ നൽകിയ വാർത്തകൾ വിശ്വസിച്ച് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയിരുന്നെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച പണം നഷ്ടമാകുമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയ തെറ്റായ വാർത്തകളുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. അത് ഞാനിപ്പോൾ ഇടതുപക്ഷത്തെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് പറയുന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയുകയാണ്. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും പാഠമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അവരുടെ സംഘടനാ സ്വാധീനം വെച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ, സംഘടനാ മെഷീനറിയെ ചലിപ്പിച്ചുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളും, ഏത് തെറ്റായ വാർത്തകളെയും പൊളിച്ചടക്കി ജനങ്ങളോട് സത്യസന്ധമായി കാര്യങ്ങൾ പറയാനാകും എന്നുള്ളതിന്റെ പാഠം കൂടിയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. അത് ഇടതുപക്ഷത്തിന്റെ വിജയമുണ്ടായത് കൊണ്ട് പറയുകയില്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. നാളെ എല്ലാവരും തിരിച്ചറിയുന്ന കാര്യങ്ങൾ എന്തും ഏതും എങ്ങനെയും പ്രചരിപ്പിച്ച് വാർത്തയാക്കി പിന്നീട് അത് തെറ്റെന്നറിഞ്ഞാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാൻ തയ്യാറാകാതെ പോകുന്ന രീതി നാണം കെട്ട ഏർപ്പാടല്ലേ? നാണം കെട്ട ഏർപ്പാടാണ് ഇത്. പക്ഷേ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നു, ജനങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ബദലുകളെ ജനങ്ങൾ തേടുകയാണ്. ആ ബദലുകളിൽ ഒന്ന് സോഷ്യൽ മീഡിയയുടെ സാധ്യതയാണ്. സോഷ്യൽ മീഡിയയുടെ സാധ്യത പൊതുവെ നമ്മൾ കാണുന്നു. എത്ര തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ പ്രത്യേകത ഏതൊരു വ്യക്തിക്കും ഒരു മാധ്യമ പ്രവർത്തകനാകാം, ഒരു മാധ്യമ സ്ഥാപനമാകാം എന്നുള്ളതാണ്. കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിലൂടെ പുറത്തുവിടുന്ന വാർത്ത, വീഡിയോ ആയിക്കൊള്ളട്ടെ, ഫോട്ടോ ആയിക്കൊള്ളട്ടെ, കോടിക്കണക്കിന് മനുഷ്യരിലെത്തും. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഈ കാലത്താണ്
ലക്ഷക്കണക്കിന് വീടുകളിലെത്തുന്ന സാധ്യതയുള്ള ഒരു കേബിൾ വിഷൻ അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. അത് തീർച്ചയായിട്ടും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും പ്രതീക്ഷയാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നവർ, സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം എഴുതുന്നവർ, പുറത്ത് പ്രതികരിക്കുന്നവർ, അവർ മൈനോറിറ്റിയാണ്. മഹാഭൂരിപക്ഷം വരുന്നവരും സൈലന്റാണ്. അവരുടെ അഭിപ്രായം മനസ്സിൽ കുറിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മേഖലയായ മാധ്യമരംഗത്ത് ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരാണ് നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്നവർ. അവരുടെ പ്രതീക്ഷയാണ് ഇത്തരത്തിലുള്ള ബദലുകൾ. തങ്ങളുടെ ചൊൽപ്പടിക്കാണ് എല്ലാവരും നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ശരിപ്പെടുത്തിക്കളയും എന്ന ഹുങ്കോടുകൂടി നടത്തുന്ന അനീതി നിറഞ്ഞ മാധ്യമ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യണമെന്നുള്ള ചിന്തയാണ് ഇന്ന് ജനങ്ങളിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് ശക്തി പകരുന്നതായിരിക്കൊള്ളട്ടെ നിങ്ങളുടെ ഭാവി പ്രവർത്തനം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മാധ്യമ പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലിയൊക്കെ ചെയ്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറാകാത്തവരാണോ മാധ്യമ ഉടമകൾ? അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഇത് മുൻനിർത്തിക്കൊണ്ട് അടിമകളെ പോലെ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരായി നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമ ഉടമകളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണണം എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യം. താങ്ക് യു സർ. കണ്ണൂരിന്റെ സ്വന്തം മന്ത്രിയും ലാളിത്യത്തിന്റെ ആരോപവുമായ സിഒയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സംഗമയിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മാതൃ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും എൻ്റെ സ്നേഹപരമായ സ്വാഗതം. ലോകാരാധ്യനായ ഗാന്ധിയുടെ ജന്മദിനമാണ്. ആ പ്രചരിക്കുന്ന ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ വിനയഭരിതനായി പ്രണമിക്കുകയാണ്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. വളരെ പ്രസക്തമായ നിലയിൽ തന്നെ ഉദ്ഘാടകൻ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട റിയാസ്. ഇനി ഇവിടെ സംസാരിക്കുന്നതിന് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്, MP-മാരുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ സമാപിച്ചിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് 11 മണിക്കാണ് മേലെ ചൊവ്വ ഫ്ലൈ ഓവറിൻ്റെ തറക്കൽ ചടങ്ങ്. അവിടെ നിന്ന് സംഘാടകന്മാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കഴിയും വേഗം ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരാണ്. ഈ ചടങ്ങ് അത് സമാരംഭത്തിലായതുകൊണ്ടും അത് സമാപിക്കാൻ ഏറെ സമയമെടുക്കുന്നതുകൊണ്ടും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുക. ഇത് നമ്മുടെ കണ്ണൂർ വിഷൻ ടവറിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംസാരിക്കുന്നു.